ഹലോ ഡിയസ്. അപ്പൊ നമ്മുടെ +2 സേ എക്സാമിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായ സ്ട്രാറ്റജീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്കല്ല, ഡബിൾ പാസ് അല്ല, അതിനപ്പുറവും നേടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് കൃത്യമായ രീതിയിൽ അതിനകത്ത് പഠിക്കണം. ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കണം, പിന്നെ ഏത് പഠിക്കണം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയും. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഒപ്പം നമ്മൾ അതിനകത്ത് ഷുവർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട, ഷുവർ ആയിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു സീരീസ് അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ നമുക്ക് പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ കിട്ടുന്ന സമയത്തിനിടക്കാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ഇനിയും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ആദ്യം ഏത് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഞാൻ പറയാം. എളുപ്പം പെട്ടെന്ന് പഠിക്കാവുന്ന തിയറി മാത്രമുള്ള ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾ. പക്ഷെ അതിനകത്ത് 4 മാർക്കേ ഉള്ളൂ വെയിറ്റേജ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അതിനകത്ത് കുറച്ചുകൂടി പെട്ടെന്ന് പഠിച്ച ഒരു കോൺഫിഡൻസ് കിട്ടാൻ നല്ലതെന്ന് പറയുന്നത് ഞാൻ പറയാം കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സ് നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്ത് പഠിക്കേണ്ട. കൈനറ്റിക്സ് വളരെ ഈസിയാണ്. ഇതിൽ 8ൽ 8 നിങ്ങൾ നേടണം, എന്നാലേ നിങ്ങൾക്ക് പാസ് മാർക്കിലോട്ടുള്ള ആ ഒരു സാധ്യത കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൈനറ്റിക്സ് ഒക്കെ നമ്മുടെ ലൈവിൽ വളരെ നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആപ്പിൽ അതിന്റെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാച്ചിൽ ജോയിൻ ആവേണ്ടവർക്ക് ആ രീതിയിൽ അതിനകത്ത് ജോയിൻ ആകാം. അപ്പം കൈനറ്റിക്സ് ആണ് ആദ്യം പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. 5 മാർക്കുമായി അട്ടപ്പെടലും ഫെയിലായി വന്നവർ പിന്നീട് കുറഞ്ഞ സമയം കൊണ്ട്, ഇവരൊക്കെ ലേറ്റ് ആയിട്ട് ജോയിൻ ആയതാണ്. 24 മാർക്ക്, 6, 27 ഇവരും ലേറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയതാണ്. അതുപോലെ ഈ ഒരു പയ്യനൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. +1 8 മാർക്കായിരുന്നു, ഫിസിക്സിൽ, +2 5, 7 കണ്ട് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇവർ 2 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു. 22ലും, ഒന്നിൽ ഫിസിക്സിൽ വേണ്ടത് 28 ആയിരുന്നു, കെമിസ്ട്രിയിൽ 29 ആയിരുന്നു. അതിനകത്ത് 29 നേടി, കെമിസ്ട്രിയിൽ 18 മതിയായിരുന്നു, പക്ഷേ ഫിസിക്സിൽ 28 വേണമായിരുന്നു, അതും നേടി. അങ്ങനെ 6-32 കേസുകൾ, അങ്ങനെ ഒരുപാട് കേസുകൾ ഇതിനകത്ത്. ഇതൊക്കെ നമ്മുടെ മുൻ റിസൾട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസൊക്കെ ഇവർ ടി മാർക്ക് നോക്കൂ, ഇവർ 46ന്റെ അടുത്ത് മാർക്കാണ്. ഇവർ അതിനകത്ത് ആദ്യം ഫെയിലായി നിങ്ങളെപ്പോലെ, പിന്നെ സേ എഴുതാൻ നോക്കി, പക്ഷേ വീണ്ടും ഫെയിലായി. പിന്നീട് അതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ 46. അങ്ങനെ ഒരുപാട് കേസുകൾ. അതുപോലെ തന്നെ 9-31 കേസുകൾ. ഇവർ ഫിസിക്സിൽ 40ന് അടുത്താണ്, +2 ഫിസിക്സ് ഫെയിലായിട്ട്. അതുപോലെ തന്നെ ബയോളജിയും മാത്സും ഫെയിലായ ഒരു കേസ്, ഇവര് ഫെയിലായി, വീണ്ടും ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ ഇത്തവണ നെക്സ്റ്റ് ടൈം അവർ ക്ലിയർ ആയി. 3ാമത്തെ ചാൻസ്, ഇവിടെ നമ്പർ ഓഫ് ചാൻസ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഒരുപാട് കേസുകൾ ഇതിനകത്ത്. ഇത് നമ്മുടെ +1 ഒരു പയ്യന്റെ അതിനകത്ത് മിനിമം ഞാനിവിടെ കാണിക്കുന്നതൊക്കെ ബിലോ ആവറേജ് നിൽക്കുന്ന അല്ലെങ്കിൽ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിന് എത്രത്തോളം മാർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? അപ്പൊ നമ്മുടെ ബാച്ചില് ബിലോ ആവറേജ് നിൽക്കുന്ന നല്ല മാർക്ക് സ്കോർ ചെയ്ത കേസുകളൊക്കെയാണ് ഇവിടെ ഞാൻ കാണിച്ചത്. അപ്പം ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ എന്ന് പറയുന്നത് 7736. അപ്പൊ ഞാൻ ഇതിവിടെ എഴുതാം. അപ്പൊ നമ്മുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇതുപോലെ ക്ലാസ്സുകൾ സിമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കൈനറ്റിക്സ് പഠിക്കണം. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ അതിനകത്ത് പറയാം. അപ്പൊ എന്റെ നമ്പർ, എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാണ്, 7736707045. അപ്പൊ കൈനറ്റിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം അതെന്താണ്, എളുപ്പമാണ്. മാത്രമല്ല 8 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഹൈ വെയിറ്റേജിൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ കൈനറ്റിക്സ് ആണ്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് അതിനകത്ത് ലൈവുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ നിങ്ങൾക്ക് അതിനകത്ത് ഏത് സമയത്തും ഇരുന്ന് കാണാൻ പറ്റും. അതിന്റെ സൗകര്യങ്ങൾ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പൊ കൈനറ്റിക്സ്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ IUPAC നെയിമിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് 2 മാർക്കിന് വരുമെങ്കിലും ബാക്കി 8 മാർക്ക്, ചിലപ്പോൾ കോർഡിനേഷൻ 11 മാർക്കൊക്കെ വെയിറ്റേജ് വരാറുണ്ട്. അപ്പൊ 10 മാർക്ക് നമ്മൾ കൂട്ടിയാൽ തന്നെ 8 മാർക്ക് നിങ്ങൾക്ക് നേടാവുന്ന, സിമ്പിൾ ആയിട്ട് നേടാവുന്ന ഒരു ചാപ്റ്ററാണ്. അതിന്റെ കംപ്ലീറ്റ് അതിനകത്ത് പഠിക്കണമെന്നാണ്. ഈ 2 ചാപ്റ്റേഴ്സ് കൈനറ്റിക്സും കോർഡിനേഷനും നിങ്ങൾ നന്നായി, കാരണം അത് മാത്രം കൊണ്ട് തന്നെ 18 മാർക്ക്. ഈ 2 ചാപ്റ്റേഴ്സ് അതിനകത്ത് കൃത്യമായി അറിഞ്ഞാൽ തന്നെ 18 മാർക്ക് ആയില്ലേ. പക്ഷേ നിങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞു IUPAC നെയിമിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടുന്ന് 8, 8, 16 പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ. സൊല്യൂഷനിലെ തിയറി നിങ്ങൾക്ക് എളുപ്പം പഠിക്കാം. പലരും അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. ന്യൂമറിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ഉണ്ടാകാം. എന്നിരുന്നാലും അതിന്റെ തിയറി നന്നായിട്ട് തന്നെ. അപ്പൊ അവിടെ നിന്ന് ഒരു പകുതി ന്യൂമറിക്കൽ അതിന് എപ്പോഴും വരാറുണ്ട്. ചിലപ്പോൾ 3-5 മാർക്കിനൊക്കെ ന്യൂമറിക്കൽ ചിലപ്പോൾ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പകുതി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ന്യൂമറിക്കൽ പഠിച്ചിട്ടില്ലെങ്കിൽ തിയറി പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പൊ മിക്കവരും അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 10ഉം 8ഉം 5ഉം അപ്പൊ ഇത്രയായി. അപ്പൊ ഇവിടെ ഏകദേശം ഈ ഒരു 10 നിങ്ങൾ ഒരു 8, 8, 8, 16 വെച്ച് 21 ആയില്ലേ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്നതാണ് ബയോമോളിക്യൂൾ. അപ്പം തന്നെ 21. ഇതിലൊക്കെ ഏത് പഠിക്കണം, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഇനിയിപ്പം സെലക്ട് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് പോയി പഠിക്കാനൊന്നും സമയമില്ല. അവസാനം ഇരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ ലൈവുകൾ നിങ്ങൾക്ക് യൂസ് ആവുക. ആ ലൈവുകൾ കണ്ടിട്ട് ന്യൂസ് പ്രിന്റ് എടുത്ത് എഴുതി. കാരണം റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് അല്ല, അതിനപ്പുറവും നേടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പം ബയോമോളിക്യൂൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ബയോമോളിക്യൂളും കൂടി ഇപ്പൊ എത്രയായി, ഏകദേശം ഇപ്പം 16, 21, 25 മാർക്കോളം ആയില്ലേ. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് D&F അതിനകത്ത് എളുപ്പമുള്ള ഭാഗങ്ങൾ നോക്കാം. D&F 6 ആണ്, ചിലപ്പോൾ 7 വരാറുണ്ട്.
അപ്പം അതിനകത്ത് ആ ഒരു കാറ്റഗറി കുഴപ്പമില്ല. പിന്നെ ഓർഗാനിക്കിലോട്ട് നോക്കും. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ച് തിയറി ഉണ്ട്. ന്യൂമറിക്കൽസ് വരുമെങ്കിലും അതിലെ തിയറി എളുപ്പമുള്ള ഭാഗങ്ങളുണ്ട്. ചില ഇക്വേഷൻസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഫ്യൂവൽ സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതും അതിനകത്ത് ലൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിന് അതിനകത്ത് വീഡിയോസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടു പഠിക്കാം. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് അമീൻസ് പഠിക്കാം. പിന്നെ ഈ ഓർഗാനിക്കിലോട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓർഗാനിക്കിലും എളുപ്പമുള്ള സംഭവങ്ങളുണ്ട്. അത് കോഡ് വെച്ചിട്ട് ഓർഗാനിക്കിലെ റിയാക്ഷൻസ്, നെയിം റിയാക്ഷൻസ് ഒക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആലോ ആൽക്കിൻസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന SN1, SN2 അങ്ങനെ, അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന നമ്മുടെ എന്താണ് ഇതിനകത്ത് നമ്മുടെ കോൾബ്സ് റിയാക്ഷൻ, റൈമർ ടീമൻ, അങ്ങനെയൊക്കെ ഓരോന്നിലും ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ അത് ഇതിനകത്ത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൂടി പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ബാക്കി മറ്റത് പഠിക്കാം. അപ്പൊ അവസാനമൊക്കെ പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കാം. അപ്പൊ ഇതിനകത്ത് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അതിനകത്ത് വീഡിയോസ് ഉണ്ട്, അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനി ഷുവർ ഷോട്ടിന്റെ നമ്മൾ മറ്റ് ഫിസിക്സ്, കെമിസ്ട്രി ഇതുപോലൊക്കെ ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ പറയാൻ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ, ഷെയർ ഒക്കെയാണ് നിങ്ങളെ ഫ്രണ്ട്സുകളോടൊക്കെ എത്തിക്കുക. അപ്പൊ ഇനി കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ കൈനറ്റിക്സ് മസ്റ്റ് ആയിട്ട് എല്ലാം പഠിച്ചു വെക്കുക. കോർഡിനേഷനും അതിനകത്ത് മാക്സിമം പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ബയോമോളിക്യൂൾ പഠിച്ചു വെക്കണം. സൊല്യൂഷൻ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് കുറെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതും പഠിക്കുക. അപ്പം ഒരു സൊല്യൂഷൻ ന്യൂമറിക്കലൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒരു 5 മാർക്കെങ്കിലും ലഭിച്ചാൽ പോലും. പിന്നെ ബയോമോളിക്യൂൾ, പിന്നെ നിങ്ങൾക്ക് D&F, അമീൻസ് ഒക്കെ നോക്കാൻ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലെ ഇമ്പോർട്ടന്റുകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങനെ പോകാം. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.